ഞാൻ ഇന്നിവിടെ ഒരു പുതിയ ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. ബീഫിന്റെ എല്ല് കറിയാണ്. നട്ടെല്ലാണ് ഞാൻ ഈ കറിക്ക് എടുത്തിട്ടുള്ളത്. 1/2 കിലോ തന്നെ കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, കുറച്ച് ടേസ്റ്റിന് വേണ്ടി അണ്ടിപ്പരിപ്പും ചതച്ചത്, കാന്താരി മുളകും പച്ചമുളകും, കറിവേപ്പില, കാശ്മീരി ചില്ലി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, ജീരകപ്പൊടി, പെരിഞ്ജീരകവും പട്ടയും, മഞ്ഞപ്പൊടി, കുരുമുളക്. ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കുക. കടുകിട്ട് കൊടുക്കുന്നു. വറ്റൽമുളക്, 1/2 കിലോ കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കാന്താരി മുളക്, പച്ചമുളക് നന്നായി വഴറ്റുന്നു. ഉപ്പ് ചേർത്ത് വേവിച്ചത് കൊണ്ട് ഞാൻ ലേശം ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഉള്ളി നന്നായിട്ട് വഴണ്ടു വരാനായിട്ടാണ്. ഉള്ളി ഏകദേശം വഴണ്ടിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് കാശ്മീരി മുളക് പൊടി, ലേശം കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, പട്ട, ഉലുവാപ്പൊടി, ജീരകം, മല്ലിപ്പൊടി ചേർത്ത് നന്നായി ഇളക്കുന്നു. ഉള്ളിയും മുളകും എല്ലാം നന്നായി വഴണ്ടു വന്നത്. ഇതിലേക്ക് ഞാൻ ബീഫിന്റെ എല്ല് ഇടുകയാണ്. എല്ല് കുക്കറിൽ വേവിച്ചതിന്റെ ജ്യൂസ് ഒഴിക്കുകയാണ്. ഈ എല്ല് കറി നന്നായി വേകാൻ വേണ്ടി ഒരു 15 മിനിറ്റോളം വേവിക്കണം. ഏകദേശം ആയിട്ടുണ്ട്. എല്ലാ മസാല കൂട്ടുകളും പിടിച്ച് എല്ല് കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ടേസ്റ്റ് വരുന്നതിന് ഒരു 5 അണ്ടിപ്പരിപ്പ് അരച്ച് ചേർത്തിരിക്കുകയാണ്. ഇതിന് പകരം തേങ്ങാപ്പാലായാലും നല്ലതാണ്. കുറച്ചുകൂടെ കറിവേപ്പിലയും ഇടുകയാണ്. അങ്ങനെ നമ്മുടെ എല്ല് കറി റെഡി.